നമസ്കാരം. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമാണ്. ജമ്മു കാശ്മീരിൽ 10 വർഷത്തിന് ശേഷം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം നടത്തിയിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ BJP വലിയ പരാജയം ഏറ്റുവാങ്ങുകയും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അവിടെ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് കണ്ടത്. ഹരിയാനയിൽ കോൺഗ്രസ് വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് അവർ കൂറ്റൻ തോൽവി ഏറ്റുവാങ്ങുകയും മൂന്നാം തവണയും BJP അധികാരമുറപ്പിക്കുകയും ചെയ്തു. എല്ലാ തരത്തിലുള്ള അനുകൂല ഘടകങ്ങളും കോൺഗ്രസിന് അവിടെ ഉണ്ടായിരുന്നു. കർഷക സമരത്തിൻ്റെ, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ, തൊഴിലില്ലായ്മയുടെ, അഗ്നിവീറിൻ്റെ, അങ്ങനെ പലതരം ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അനുകൂല വിധി പ്രവചിച്ചിട്ട് കൂടി പക്ഷേ കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ജയറാം രമേശ് അവിടെ അട്ടിമറി ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഹരിയാനയിൽ എന്തായിരിക്കും കോൺഗ്രസിന് സംഭവിച്ചിട്ടുണ്ടാവുക, ജനവിധിയെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് സംസാരിക്കാം ആദ്യമെന്ന് വിചാരിക്കുകയാണ്. അജിംസ്, ഇപ്പോൾ അട്ടിമറി ആരോപണമൊക്കെ ഉന്നയിക്കുന്നു. കാരണം കോൺഗ്രസ് അത്രയും പ്രതീക്ഷിച്ചൊരു സ്ഥലമാണല്ലോ, പക്ഷേ വിചാരിച്ച വിജയമല്ല വന്നത്. ആ അട്ടിമറി, അപ്രതീക്ഷിതത്വമൊക്കെ നമുക്ക് പറഞ്ഞാലും കോൺഗ്രസിൻ്റെ പരാജയത്തിന് അല്ലെങ്കിൽ BJPയുടെ വിജയത്തിന് അവിടെ വളരെ യുക്തിസഹമായ കാരണങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അല്പം മുമ്പ് ജയറാം രമേശും പവൻ ഖേഡെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പല സ്ഥലങ്ങളിൽ നിന്നായി ഞങ്ങൾക്ക് പരാതികൾ ലഭിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട ജില്ലകൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ ജില്ലകളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 99% ബാറ്ററി ചാർജുള്ള വോട്ടിംഗ് മെഷീനുകളിൽ ഞങ്ങൾ തോൽക്കുന്നു. അതേസമയം വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ബാറ്ററി ചാർജ് കുറയുന്ന മെഷീനുകളിൽ ഞങ്ങൾ ജയിക്കുന്നു എന്നാണ് പറയുന്നത്. അത് അസ്വാഭാവികമാണത്. ഹരിയാനയിൽ മാത്രമല്ല, ജമ്മുവിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജമ്മുവിലും അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഉന്നയിക്കുമെന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ചില കുറ്റസമ്മതങ്ങൾ നടത്തുന്നുണ്ട്. ഒന്ന്, ഹരിയാനയെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നണി വിപുലീകരണം വേണ്ടത്ര നന്നായില്ല, അതുകൊണ്ട് ഒരു തോൽവി സംഭവിച്ചു എന്നൊരു കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മൾ വെറുതെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ പോയിട്ട് ഈ ഓരോ മണ്ഡലങ്ങളിലും ജയിച്ച സ്ഥാനാർത്ഥികളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് കോൺഗ്രസ് അവിടെ തോറ്റു നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം വിമത ശല്യമാണ്. വെറുതെ റാൻഡമായിട്ട് ചെക്ക് ചെയ്താൽ മതി. ഒരു 10,000-ന് മുകളിൽ വോട്ട് നേടിയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരാണെന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കുക. അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിച്ചത് കോൺഗ്രസ് വിമതന്മാരാണ്. ഒരു ആദ്യത്തെ 20 മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരു 15 വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനെ തോൽപ്പിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. നാരോ മാർജിനാണ് ജയം. അതേസമയം BJPക്ക് വിമതന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ BJPക്ക് വിമതന്മാരുള്ളിടത്ത് അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ കോൺഗ്രസിനെ അവിടെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ് വിമതന്മാരാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പയിൻ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകയിലും ഹരിയാനയിലും 2 തെരഞ്ഞെടുപ്പായിരുന്നു. കർണാടകയിൽ അതേ സിറ്റുവേഷനാണ് ഹരിയാനയിൽ. അതായത് ഒരു BJP ഭരണകൂടത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം എല്ലാ സെക്ഷൻ ആളുകളിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഹരിയാനയിലും ശരിയാണ്. അപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സ്വീകരിച്ച തന്ത്രം എന്താണ്? കർണാടകയിൽ സിദ്ധരാമയ്യയുടെ ഏറ്റവും മികച്ച തന്ത്രം അക്രോസ് ദ കാസ്റ്റ്, എല്ലാ കാസ്റ്റുകളിലും അദ്ദേഹം വോട്ട് ബേസ് ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെതായ ജയിക്കാൻ ആവശ്യമായ ഒരു വോട്ട് ബേസ് ഉണ്ടാക്കിയെടുത്തു. അതൊരു ക്യാമ്പയിൻ സ്ട്രാറ്റജിയാണ്. ആരാണ് തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്, ആരുടെയൊക്കെ വോട്ട് കിട്ടിയാലാണ് തങ്ങൾ ജയിക്കുക, അവരുടേതായ ഒരു വലിയ സഖ്യം ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഹരിയാനയിൽ എന്താണ് സംഭവിച്ചത്? ഹരിയാനയിൽ തീരെ അവിടുത്തെ ലോക്കൽ ഇഷ്യൂസിൽ കോൺഗ്രസ് ശ്രദ്ധിച്ചേയില്ല. ഹരിയാനയിലെ പ്രചാരണത്തിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ അങ്ങനെയാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ജയിക്കാൻ പോവാണ്, ഇന്ത്യ മുന്നണി വരാൻ പോവാണ്, അതുകൊണ്ട് ഇന്ത്യ മുഴുവനുള്ള പ്രശ്നങ്ങളെ ഹരിയാനയിലേക്ക് കൊണ്ടുവന്ന് കിട്ടി. പക്ഷേ കർണാടകയിൽ ചെയ്ത് നേരെ തിരിച്ചാണ്. കർണാടകയിൽ ലോക്കൽ ഇഷ്യൂസിൽ മാത്രം ഊന്നിയെന്നുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അവർ പ്രചാരണം നടത്തുകയാണ് ചെയ്തത്. BJP ഇവിടെ എന്താ ചെയ്തത്? ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഹരിയാനയിൽ സംസാരിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പയിൻ ചെയ്യുക. ഒന്ന് കർഷക സമരം, മറ്റൊന്ന് ഗുസ്തി താരങ്ങൾക്കെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. അത് രണ്ടും ഡയറക്റ്റ്ലി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജാട്ട് വോട്ടുകളെയാണ്. അപ്പോൾ ജാട്ട് വോട്ടുകൾ മുഴുവൻ കിട്ടിയാൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇല്ല, അവിടെ എന്ത് വേണം? കോൺഗ്രസിൻ്റെ സ്ഥിരം വോട്ട് ബാങ്കായ ദളിത് വോട്ടുകൾ വേണം. നോൺ ജാട്ട് വോട്ടുകളിൽ പിടിച്ചാൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസ് ക്യാമ്പയിൻ ചെയ്യുന്നത് എന്താണ്? കർഷക പ്രശ്നങ്ങളും ഗുസ്തി താരങ്ങളുമാണ്. കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ജാട്ട് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകാം, പക്ഷേ ജാട്ട് ഇതര വോട്ടുകൾ അതോടെ നഷ്ടപ്പെടുത്താനുള്ള മറുതന്ത്രം BJP അവിടെ തുടങ്ങി കഴിഞ്ഞിരുന്നു. BJPയുടെ വിജയത്തിൻ്റെ പ്രധാനമായ കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് ജാട്ട് ഇതര വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുക, അതുപോലെ കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുക. അതിൻ്റെ ഏറ്റവും നല്ല തന്ത്രം ഒന്ന് INLDയുടെയും JJPയുടെയും സഖ്യശക്തികളായിട്ട് BSPയും ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത്, അവിടെ BJP ജയിച്ച സ്ഥലത്ത് 2ാം സ്ഥാനത്ത് നിന്ന് BSP ആണ്. അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി എന്ന് കാണാൻ കഴിയും. അതൊരു ദളിത് മണ്ഡലമാണ്. ആ ദളിത് മണ്ഡലത്തിൽ SC റിസർവേഷൻ മണ്ഡലമാണ്. അവിടെ BSP 2ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു പക്ക വോട്ട് ബാങ്ക് സ്ഥലത്ത് അവരുടേതായ രീതിയിൽ BJP മറ്റൊരു തന്ത്രം പയറ്റുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. BJPയെ സംബന്ധിച്ച് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്.
ഇവിടെ ഭൂപീന്ദർ ഹൂഡ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ കോൺഗ്രസിന് കൃത്യതയുണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ കുമാരി ഷെൽജ എന്ന് പറയുന്ന ഒരു ദളിത് ലീഡറുണ്ട്. അവർ ദളിത് ലീഡർ എന്ന് പറയുന്നതിനപ്പുറം ഹരിയാനയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ലീഡറാണ്. അവർക്ക് മുഖ്യമന്ത്രി ആവണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. നോക്കുക, ഇവിടെ ദളിത് വോട്ടുകളാണ് കോൺഗ്രസിനെ ചതിച്ചതെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയതെങ്കിൽ, അല്ലെങ്കിൽ BJP കൃത്യമായി അതിനെ ഡിവൈഡ് ചെയ്തതെങ്കിൽ കുമാരി ഷെൽജയായിരുന്നു ക്യാമ്പയിൻ്റെ മുഖം എങ്കിൽ ഒരു പക്ഷേ ഈ വോട്ടുകൾ കോൺഗ്രസിനൊപ്പം നിന്നേനെ. കുമാരി ഷെൽജ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി എന്ന് പ്രസംഗിക്കുമ്പോൾ മാത്രം വേദി പങ്കെടുക്കുകയാണ്. അതിനു മുമ്പ് അവർ തന്നെ പലവട്ടം പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമുണ്ട്. അവർ ഒരു ക്യാമ്പയിനിലും പങ്കെടുത്തുകൂടിയില്ല എന്നും ശ്രദ്ധിക്കണം. ഒരു ക്യാമ്പയിനിലും പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി വന്നപ്പോൾ മാത്രം സ്റ്റേജിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ മറ്റൊരു കാര്യം ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമാണ്. 88 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചു. ഇപ്പം നമുക്കറിയാം BJP ജയിക്കുന്നതിൽ ബഹുഭൂരിഭാഗവും 2000 വോട്ടിൽ താഴെ വോട്ടിനാണ് ജയിക്കുന്നത്. 200 വോട്ടിനൊക്കെ ജയിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴും 200 വോട്ടിൽ മത്സരം ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ 1000-2000 വോട്ട് ആം ആദ്മി പാർട്ടി പിടിക്കുന്നു. എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ കൂടെ നിർത്തിയില്ല എന്ന് വെച്ചാൽ AICC നേതൃത്വത്തിന് ഹരിയാന കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മറുപടി ആം ആദ്മി പാർട്ടിയുടെ ശക്തിയേ അല്ല. അതുകൊണ്ട് നമുക്കല്ലാതെ തന്നെ ജയിക്കാൻ കഴിയുന്നൊരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. 10 വർഷമായി BJPക്കെതിരായ വികാരമുണ്ട്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി കൂട്ടണ്ട എന്ന് പറഞ്ഞു. AICC സമ്മതിച്ചു. പക്ഷേ ഈ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ജനവികാരമല്ല ബാലറ്റിൽ പ്രതിഫലിക്കുക. ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, ജനങ്ങളുടെ ചിന്തയെ സാങ്കേതികമായി എങ്ങനെ ബാലറ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ആൻറ്റി ഇൻകംബൻസി വോട്ട് തീർച്ചയായിട്ടും ഹരിയാനയിലുണ്ട്. ഈ അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ പോലും മറികടന്നുകൊണ്ട് ആ വോട്ട്, ആ ഭരണവിരുദ്ധ വികാരത്തെ സ്പ്ലിറ്റ് ചെയ്യുകയും മറ്റൊടുത്ത് തങ്ങളുടെ ഉറച്ച വോട്ടുകൾ നിലനിർത്തുകയും കൂടുതൽ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന BJP തന്ത്രത്തിന് മുന്നിൽ ഇവർ അപ്രസക്തരായിപ്പോയി. കോൺഗ്രസ് അപ്രസക്തരായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷൻ മാനിപ്പുലേഷനെ കുറിച്ചൊക്കെ കോൺഗ്രസ് പറയുമ്പോൾ പോലും 4-5 ഉറച്ച കാരണങ്ങൾ, തെളിവുള്ള കാരണങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുള്ള കാരണങ്ങൾ കോൺഗ്രസിൻ്റെ തോൽവിക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരായ വികാരം ഉണ്ടായിട്ട് പോലും ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ കയറാൻ കഴിഞ്ഞില്ല. അതായത് രാഷ്ട്രീയമായി ജനങ്ങളെ സംഘടിപ്പിക്കുക, രാഷ്ട്രീയമായി ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കുക എന്നതിനപ്പുറം ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ കണ്ടെത്തുക. എത്ര വോട്ടാണോ ജയിക്കേണ്ടത് ആ വോട്ടുകൾ ഏതാണെന്ന് കണ്ടെത്തി പോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ചെയ്യുന്നിടത്തൊക്കെ എല്ലായിടത്തും ജയിച്ചിട്ടുണ്ട്. കർണാടക നല്ല ഉദാഹരണമാണ്. കർണാടക ഒരു ആൻറ്റി ഇൻകംബൻറ്റ് സ്റ്റേറ്റ് ആയിരിക്കെ തന്നെ അവർക്ക് ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ കണ്ടെത്തി ഓരോ സീറ്റും എണ്ണി ജയിക്കുക എന്നുള്ള പണി കർണാടകയിൽ നടന്നു. ഹരിയാനയിൽ നടന്നില്ല. ഹരിയാന കോൺഗ്രസ് നേതൃത്വത്തെ കോൺഗ്രസ് വിശ്വസിച്ചു, അവിടെ മുന്നണി വേണ്ട എന്ന് പറഞ്ഞു. നോക്കുക, ഈ JJP INLD ഈ 2 പാർട്ടികളും അവിടുത്തെ പ്രാദേശിക പാർട്ടികളാണ്. അവർക്ക് അവരുടേതായ വോട്ട് ബേസ് ഉണ്ട്. അവർക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർ പിളർത്തിയ വോട്ടുകൾ, അവർ കൊണ്ടുപോയ വോട്ടുകൾ തോൽവിക്ക് കാരണമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിമത സ്ഥാനാർത്ഥികളെ തടയുന്നതിലും മുന്നണി വിപുലീകരിക്കുന്നതിലും അതുപോലെ ക്യാമ്പയിൻ എന്താണെന്ന് സെറ്റ് ചെയ്യുന്നതിലും ഉള്ള ഒരു പ്രൊഫഷണൽ സമീപനമില്ലാത്തത് കോൺഗ്രസിന് അവിടെ തിരിച്ചടിയായിട്ടുണ്ട്. ഈ പ്രൊഫഷണലിസം ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വളരെ അനിവാര്യമാണ്. ആരോടാണ് കോൺഗ്രസ് ഏറ്റുമുട്ടുന്നത് എന്ന ബോധം ആദ്യം കോൺഗ്രസ് വേണം. കോൺഗ്രസ് ആരോടെ ഏറ്റുമുട്ടുന്നത് ലോകത്ത് ഏറ്റവും ശക്തമായ, ഏറ്റവും പണമുള്ള, സ്ട്രാറ്റജിസ്റ്റുകളുള്ള, ടെക്നോളജിയുള്ള ഒരു പാർട്ടിയോടാണ് ഏറ്റുമുട്ടുന്നത്. അവിടെ പോയിട്ട് പരമ്പരാഗത ശൈലിയിൽ 25 കൊല്ലത്തെ ശൈലിയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായ വിജയം ഉണ്ടാക്കാം, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല. യെസ്, ഓഫ് കോൺഗ്രസിൻ്റെ പരാജയത്തിന് ഹരിയാനയിൽ നമുക്ക് ചില ലോജിക്കൽ റീസൺസ് കണ്ടെടുക്കാൻ കഴിയും. ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ ദിവസം ഇപ്പം ജമ്മു കാശ്മീരിൽ ജയിക്കുക എന്നുള്ള BJPയെ സംബന്ധിച്ച് അത്ര അത്യാവശ്യമായിരുന്നു. കാരണം ഞങ്ങൾ എടുത്തു കളഞ്ഞ 370ക്ക് ശേഷം ഉണ്ടായ ഹാപ്പിനെസ്സിന് ഞങ്ങൾ റിവാർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ റിസൾട്ട് ഉണ്ടാവുമെന്ന് കരുതി ഇനിയിപ്പോൾ ആ റിസൾട്ടിന് എന്തെങ്കിലും സങ്കീർണത ഉണ്ടോ എന്ന് വിചാരിച്ച് ഡീലിമിറ്റേഷനകത്ത് പല മാനദണ്ഡങ്ങൾ വെച്ച് ഡീലിമിറ്റേഷൻ നടത്തുന്നു. ലഫ്റ്റനന്റ് ഗവർണർക്ക് 5 പേരെ നോമിനേറ്റ് ചെയ്യാം, അവർക്ക് വോട്ടവകാശം, പല സാധ്യതകളെ മുന്നിൽ വെച്ചിട്ട് ജയിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണ്. ബട്ട് നടന്നില്ല. എന്തായിരിക്കും അവിടുത്തെ ഫാക്ടേഴ്സ്? അല്ല, അതിപ്പോൾ നിഷാദ് പറഞ്ഞ കാര്യം, ജമ്മു കാശ്മീരിൽ യഥാർത്ഥത്തിൽ നടന്നത് ഒരു ഡെമോക്രാറ്റിക് ഫൈറ്റ് അല്ല, ഒരു ഡെമോഗ്രാഫിക് ഫൈറ്റാണ് നടന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കാശ്മീർ തങ്ങളുടെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നൊരു തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഈ കഴിഞ്ഞ വർഷത്തെ 2019 ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിൽ കഴിഞ്ഞ വർഷം ചില അമെൻമെൻറ്റ്സ് വരുന്നുണ്ട്. ആ അമെൻമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് നിഷാദ് പറഞ്ഞ 5 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് വരുന്നു. നമുക്ക് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പ്രാക്ടീസാണ്. പോണ്ടിച്ചേരിയിലുണ്ട് 3 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 5 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നു. ഈ 5 അംഗങ്ങൾക്കും ഫുൾ പ്രിവിലേജ്, ഒരു സാധാരണ MLAക്കുള്ള എല്ലാ പ്രിവിലേജും കൊടുക്കുന്നു. ആ 5 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ലഫ്റ്റനൻറ്റ് ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. ഉള്ളൊരു മാനദണ്ഡം എന്ന് വെച്ചാൽ 2 പേർ സ്ത്രീകളായിരിക്കണം. ഈ 2 സ്ത്രീകളെ നോമിനേറ്റ് ചെയ്യുന്നത് നേരത്തെ തന്നെ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന നിയമമാണ്. 2 സ്ത്രീകൾ
2 പണ്ഡിറ്റുകളുടെ ജമ്മുവിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് പ്രതിനിധികൾ എന്നാണ് പറയുന്നത്, ഫലത്തിൽ അത് പണ്ഡിറ്റുകളുടെ പ്രതിനിധികളാണ്. പിന്നെ പാക് അഡ്മിനിസ്ട്രേറ്റ് കാശ്മീരിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയവരുടെ പ്രതിനിധികൾ, അങ്ങനെ 5 പേർ. അപ്പോൾ നോക്കുക, ഈ ഇലക്ഷൻ കൗണ്ടിങ് ഇന്നലെ നടക്കുന്നത്. ഇന്നലെ അവിടുത്തെ BJPയുടെ സംസ്ഥാന നേതാവ് പ്രഖ്യാപിക്കുകയാണ് ഈ നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ MLA ആരാണ് എന്ന് BJPയുടെ നേതാവ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ഈ ടാലി ഏതെങ്കിലും നിലക്ക് എന്താണ് 44, 43 ആ ഒരു റേഞ്ചിലാണ് BJP വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ NDA വരുന്നതെങ്കിൽ ഇവരെ പ്രഖ്യാപിക്കും. ഈ ആളുകളെ പ്രഖ്യാപിച്ചിട്ട് ഭൂരിപക്ഷം എടുക്കാം, അങ്ങനെ നോമിനേഷനിലൂടെ ഭൂരിപക്ഷം എടുക്കാം. അത്രയ്ക്കധികം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡീലിമിറ്റേഷൻ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം. ഈ ഡീലിമിറ്റേഷനിൽ എന്താ സംഭവിച്ചത്? ഡീലിമിറ്റേഷനിൽ 7 സീറ്റുകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 7 സീറ്റുകളിൽ 6 സീറ്റുകളും ജമ്മു റീജിയനിലാണ്. 1 സീറ്റ് മാത്രമാണ് വാലിയിൽ വർദ്ധിക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ, നേരത്തെയുള്ള ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ജിയോഗ്രാഫിക് ഏരിയാസാണ് അതിനുള്ളത്. 1 ജമ്മു, 2 വാലി, 3 ലഡാക്ക്. ഇത് 3 റിലീജിയസ് ഡെമോഗ്രഫിയും വ്യത്യാസമാണ്. ജമ്മു എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്, വാലി എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, ലഡാക്ക് എന്ന് പറയുന്നത് ബുദ്ധ ഭൂരിപക്ഷ പ്രദേശമാണ്. അത് ലഡാക്ക് മാറി ഇപ്പോൾ വാലിയും ജമ്മുവും മാത്രമുള്ളതാണ്. അപ്പോൾ ഇവിടെ 7 സീറ്റ് വർദ്ധിക്കുമ്പോൾ 6 സീറ്റും ജമ്മു റീജിയനിൽ, 1 സീറ്റ് മാത്രം വാലിയിൽ. അതിൽ തന്നെ 16 സീറ്റ് SC/ST റിസർവേഷൻ വരുന്നുണ്ട്. അത് SC/ST റിസർവേഷൻ വരിക മാത്രമല്ല, പഹാഡികൾ എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗത്തെ ST കാറ്റഗറിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സാമ്യത, സമാനമായ ഓപ്പറേഷൻ നമുക്ക് കാണണമെങ്കിൽ അസമിലേക്ക് നോക്കിയാൽ മതി. സെയിം പാറ്റേണിലാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് അനുകൂലമായ തരത്തിൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറക്കുക, അവിടെയുള്ള മണ്ഡലങ്ങളെ പലതായി ചിതറിക്കുക, റിസർവേഷനെല്ലാം അവിടെ ആക്കുക. റിസർവേഷൻ SC/ST റിസർവേഷൻ കൂടുതൽ ആ പ്രദേശങ്ങളാക്കുക, ഹിന്ദു വിഭാഗം കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടുക. ഇതാണ് അസമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കാശ്മീരിൽ നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഈ മെഷീനറി ഉപയോഗിച്ച്, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചിട്ട് വിജയിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ എന്തെല്ലാം ഒരുക്കാൻ പറ്റുമോ അത് പരമാവധി ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അതവിടെ. ഇനി നോക്കുക, ഇനി ഇങ്ങനെയൊക്കെ ആയിട്ടും വിജയിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ നാഷണൽ കോൺഫറൻസ്, ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ നാഷണൽ കോൺഫറൻസും കോൺഗ്രസുമാണ് അതിനകത്തുള്ളത്. PDP അതിന് പുറത്താണ്. അവർക്കാണ് ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 48 സീറ്റാണ് ഏറ്റവും ഒടുവിൽ ലീഡ്. നല്ല 48, 41 നാഷണൽ കോൺഫറൻസിനും 7 കോൺഗ്രസിനും, അങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇവർ ഇനിയിപ്പോൾ PDPയും കൂടെ അവരെ കൂടെ നിൽക്കുകയെന്ന് വിചാരിക്കുക, കംഫർട്ടബിളായിട്ട് അവർക്ക് ഭരിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അപ്പോഴും നിഷാദ് ഇത് കാര്യം കാണേണ്ടത്, ഇത് ഒരു സംസ്ഥാനം ഭരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതൊരു മുനിസിപ്പാലിറ്റിയുടെ ഭരണമാണ്. കാരണം ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ബില്ല് 2019, അതിനുശേഷം വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള അമെൻമെൻറ്റ്സ്, ഇതൊരു മുനിസിപ്പാലിറ്റിയുടെ ശക്തി മാത്രമേ ഈ പറയുന്ന സ്റ്റേറ്റ് അസംബ്ലിക്ക് അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിനുള്ളൂ. ഡൽഹിയിൽ നോക്കൂ, ഡൽഹി എന്താണ് ക്യാപിറ്റൽ ടെറിട്ടറി അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നല്ലോ. അതിലൂടെ എന്താ സംഭവിച്ചത്? അവിടെയുള്ള ഒരു വകുപ്പ് സെക്രട്ടറിയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ പോലും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാത്ത വിധം മുഖ്യമന്ത്രിക്ക് മേൽ ലഫ്റ്റനൻറ്റ് ഗവർണർ കളിക്കുന്ന നമ്മൾ കാണുന്നത്. സമാനമായ രീതിയിൽ ജമ്മു കാശ്മീരിൻ്റെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യ മുന്നണി വിജയിച്ചിരിക്കുന്നത് ഫാറൂഖ് അബ്ദുല്ല ഉമർ അബ്ദുല്ല നാളെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതുകൊണ്ട് ഒരു സംസ്ഥാനം, ഒരു BJP ഇതര മുന്നണി ഭരിക്കാൻ പോവുകയാണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ പെടരുത്. കുറച്ചും കൂടെ ഒരു എൻലൈറ്റൻഡ്, കുറച്ചും കൂടെ ഒരു എംപവേർഡ് മുനിസിപ്പാലിറ്റി. നിയമനിർമ്മാണത്തിനൊക്കെ ഭയങ്കര നിയന്ത്രണമാണ്. ഡൽഹിയേക്കാൾ ലഫ്റ്റനന്റ് ഗവർണർ ഭരിക്കുന്നൊരു സംവിധാനമാണ്. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തന്നെ ഒരു വലിയ ഡിബേറ്റ് കാശ്മീർ സംഘടനകൾ നേരത്തെ നടന്നിരുന്നു. നമ്മൾ ഈ പൂർണ്ണമായ സ്റ്റേറ്റ് ഹുഡ് അതും വന്നതിന് ശേഷം മതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടത്, അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പങ്കെടുക്കേണ്ടതില്ല എന്ന ആശയം അവിടെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഉമർ അബ്ദുല്ല ആശയം ഉയർത്തിയ ആളാണ്. എന്ന് മാത്രമല്ല, പൂർണ്ണമായ സ്റ്റേറ്റ് ഹുഡ് ലഭിക്കാതെ, സംസ്ഥാന പദവി ലഭിക്കാതെ ഞാൻ മത്സരിക്കില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് അയാൾ. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കുറച്ച് രാജ്യസഭാ അംഗങ്ങളെ അയക്കാൻ പറ്റും.
ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ NCക്ക് നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ വെച്ച് വിജയിപ്പിക്കാൻ പറ്റുന്നല്ലാതെ ഒരു ജനാധിപത്യ ഇതിൽ പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയില്ല. നോക്കൂ, അതിന് തകർക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് അതിന് തകർക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഇവർ അതിനെല്ലാം മറികടന്ന് ജനങ്ങളുടെ വോട്ട് വാങ്ങി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വിജയിക്കുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കിംഗ് തന്നെയാണ്. ജമ്മു മേഖലയിൽ പോലും കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേക്കാൾ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ജയറാം രമേശ് പറയുന്നത് വാലിയിലാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത്. നേരത്തെ നിഷാദ് പറഞ്ഞവർ അവിടെ ഹാപ്പിനെസ് കൊണ്ടുവന്നു, ടൂറിസം വന്നു, ടൂറിസത്തിന് വഴിമാറി. ഇതാണ് അവർ പറഞ്ഞത്, ടൂറിസത്തിന് വഴിമാറി എന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിൽ PR ക്യാമ്പയിൻ നമ്മൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടക്കുന്നത്. അതൊന്നും വാലിയിൽ ഏശിയിട്ടില്ല. അവർ അവിടെയുള്ള പലതരത്തിലുള്ള സംഘാടനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പഹാടികളെ STയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ വേറെയും പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ 1987 ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമി അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ആളുകളായിരുന്നു. അവർ 10ഓളം സീറ്റുകൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട്. ഗുലാം നബി ആസാദിൻ്റെ പാർട്ടി എന്താണ് DPAPO, ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പാർട്ടി മത്സരിക്കുന്നു. നമ്മുടെ എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടി. എഞ്ചിനീയർ റാഷിദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങേര് ജയിലിൽ കിടന്നിട്ട് ബരാമുള്ള എന്ന് പറയുന്ന ഒരു സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബരാമുള്ളയിൽ ഉമർ അബ്ദുള്ളയെ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ച മനുഷ്യരാണ്. അപ്പോൾ അത്രയും എന്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളൊന്നാണത്. പക്ഷേ അങ്ങേരുടെ ഈ അവാമി ഇത്തിഹാദ് പാർട്ടി അവരെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാനാർത്ഥി നിർത്തി, അതൊന്നും എവിടെ എത്തിയില്ല. ഈ ലെഗസി വാലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലെഗസി പാർട്ടിയായിട്ടുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസ് തന്നെയാണ് എന്ന കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഒരു ആധികാരികത നോക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ 60% മേൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. അതും കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. 20%, 22%, 23% നടന്നിരുന്ന സ്ഥലത്ത് 60% മേൽ വോട്ടിംഗ് നടന്നു. ഇത്രയും പഴക്കവും ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടും നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണ ഒരു മെയിൻ സ്ട്രീം പാർട്ടിയായിട്ട് ഇന്ന് നാഷണൽ കോൺഫറൻസ് അതിൻ്റെ സാധ്യത ഇപ്പോഴും അവിടെ നിൽക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെയാണ് അതേപോലെയാണ് കാശ്മീർ അസംബ്ലി നാഷണൽ കോൺഫറൻസ് പറയുന്നത്. ആ നിലക്ക് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായ വിജയമാണ്. അവരുടെ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചു. BJP പറഞ്ഞുകൊണ്ടിരുന്ന പുറത്തും അന്താരാഷ്ട്ര തലത്തിലും നടത്തിക്കൊണ്ടിരുന്ന ക്യാമ്പയിനുകളൊന്നും കശ്മീരിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്ന് തെളിയിക്കപ്പെട്ടു. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതെന്തോ മഹത്തായ ഒരു ജനാധിപത്യ ചുവടുവെപ്പാണ് എന്ന് നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത്. കശ്മീർ മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ ഈ 370യുടെ കാര്യം വിട്ടേക്കും, 370 തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നൊക്കെയാണ് ഉമർ അബ്ദുള്ള പറയുന്നത്. ഇതൊരു സാധാരണമായിട്ടുള്ളൊരു സംസ്ഥാനമെങ്കിലും ആകാതെ ഇതെന്തെങ്കിലും ജനാധിപത്യപരമായ ഒരു മുന്നേറ്റമാണ് എന്ന് ഇതേക്കുറിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, കശ്മീരിനെ ഞങ്ങളാണ് വീണ്ടെടുത്തതെന്ന് BJPയുടെ ക്യാമ്പയിൻ, പക്ഷേ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിന് ആ നിലക്കുള്ള വോട്ട് അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് പരാജയമാണ്. പക്ഷേ ആ സംസ്ഥാനത്തെ ഭരണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് BJPക്ക് വേദനിക്കാനൊന്നുമില്ല. BJPയുടെ കാര്യത്തിൽ തന്നെയായിരിക്കും അതിന് നിയന്ത്രണം എന്നാണ് ആ സംസ്ഥാനത്തിൻ്റെ രൂപം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു യാഥാർത്ഥ്യം.